نستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بدين الحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان ما شاء الله كان ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിലും പുറത്തും ഉപവിഷ്ടരായിരിക്കുന്ന അഭിമന്യരായ പണ്ഡിതന്മാരെ, ആദരണീയരായ മാതാപിതാക്കന്മാരെ, വിശുദ്ധ ഇസ്ലാമിന്റെ സന്നദ്ധ ഭടന്മാരായ പ്രിയപ്പെട്ട യുവസുഹൃത്തുക്കളെ, വാത്സല്യനിധികളായ കൊച്ചനുജന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സമുദായങ്ങളിലെ സഹോദരീ സഹോദരന്മാർക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ വിപ്ലവാഭിവാദ്യങ്ങൾ സമർപ്പിക്കുന്നു.
സർവലോക സംരക്ഷകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, സർവലോകാനുഗ്രഹിയായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മത്തികളായ അനുയായികളായ നാം അള്ളാഹുവിന്റെ ദീനിന്റെ, ഇസ്ലാമിന്റെ, വിജ്ഞാനത്തിന്റെ അനുഗ്രഹീതമായി ഈ അങ്കണത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അള്ളാഹുവിന്റെ അനുഗ്രഹപൂരിതമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് ഇന്ന് ഈ നിമിഷം വരെ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കരുണാവാരിധിയായ റബ്ബ് തആല മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മേലിൽ പാപങ്ങളിൽ നിന്ന് അകന്നു നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് തൃപ്തിപ്പെട്ട ജീവിതം നയിച്ച് ഈമാനോടെ മരിക്കുവാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ നിർമ്മാണം പൂർത്തിയായ മദ്രസയുടെ ഉദ്ഘാടന സമ്മേളനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമ്മേളനത്തില് വിനീതനായ ഞാൻ പങ്കെടുക്കുമ്പോൾ ഈ മദ്രസയുടെ നിർമ്മാണം ആരംഭിക്കുന്നതിനു വേണ്ടി ശിലാസ്ഥാപന സമ്മേളനം നടന്ന ആ സന്ദർഭത്തെക്കുറിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്കെല്ലാം അറിയാം. ആ സന്ദർഭത്തിൽ ഞാൻ ചെയ്തിരുന്ന ഒരു വാഗ്ദത്തമാണ് ഇന്ന് ഈ പരിപാടിയിൽ എത്തുന്നതിലൂടെ പാലിക്കപ്പെടുന്നത്. ഇവിടെ നിർമ്മിക്കപ്പെട്ട ആ മഹത്തായ മദ്രസ അള്ളാഹുവിന്റെ ദീനിന് അക്ഷരാർത്ഥത്തിൽ ഫലം ചെയ്യുന്ന ഈ നാടിന്റെ വിജ്ഞാനത്തിന്റെ കെടാവിളക്കായി, കേദാരമായി അള്ളാഹു അതിനെ മാറ്റുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാ ആളുകൾക്കും അള്ളാഹു നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് അള്ളാഹുവിനോട് ദ്വാരക്കുകയും ചെയ്യുന്നു. നമ്മൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു വഴിത്തിരിവിന്റെ ഘട്ടത്തിലാണ് നാം ഇന്നിങ്ങനെ ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ലോകത്തിന്റെ നാനാഭാഗത്തും മുസ്ലിം സഹോദരീ സഹോദരന്മാർ നിരന്തരമായ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഥ നാം നിരന്തരമായി ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം സഹോദരീ സഹോദരന്മാർ നിരന്തരമായ പീഡനങ്ങൾക്കും അവകാശ നിഷേധത്തിനും കഷ്ടപ്പാടുകൾക്കും വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഇത് മുമ്പന്നത്തേക്കാൾ ഉപരി ഇന്ന് വളരെ കൂടുതലാണ്. ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, ഫലസ്തീനിൽ പറന്നു വീണ നാട്ടിൽ ജൂതപരീക്ഷകളുടെ പീഡനങ്ങൾക്ക് വിധേയരായി സ്വന്തം വീട്ടിൽ അന്യരെ പോലെ കഴിയാൻ വിധിക്കപ്പെട്ട ഫലസ്തീനിലെ പാവപ്പെട്ട മുസ്ലിങ്ങൾ, ചെച്നിയയിൽ നിരന്തരമായ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾ, അൾജീരിയയിൽ കഴിഞ്ഞ വിശുദ്ധ റമളാൻ മാസത്തിൽ മാത്രം മുസ്ലിം നാമധാരികളായ ഭരണകർത്താക്കളുടെ പീഡനങ്ങൾക്ക് വിധേയരായി കൊല്ലപ്പെട്ട പതിനായിരക്കണക്കിന് മുസ്ലിങ്ങൾ. പതിനായിരക്കണക്കിന് മുസ്ലിങ്ങൾ വിശുദ്ധ റമളാനിൽ മാത്രം കൊല്ലപ്പെടുകയുണ്ടായി അൾജീരിയയിൽ. നാളിതുവരെ ഏതാണ്ട് 1 ലക്ഷത്തോളം മുസ്ലിങ്ങൾ മുസ്ലിം നാമധാരികളായ ഭരണകൂടങ്ങളാൽ തന്നെ വധിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇസ്ലാമിസ്റ്റുകളായ അൾജീരിയയിലെ ചെറുപ്പക്കാർ അഫ്ഗാനിൽ തമ്മിലടിച്ച് തകർന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായം, അഫ്ഗാനിലെ മുസ്ലിങ്ങൾ, അഫ്ഗാനിൽ നിന്ന് നിരീശ്വരവാദികളായ റഷ്യൻ ചെമ്പടയെ അഫ്ഗാനിൽ നിന്ന് പായിച്ച മുസ്ലിങ്ങൾ ഇന്നവർ പരസ്പരം തമ്മിലടിച്ച് അഫ്ഗാനിലൂടെ ചോരപ്പുഴ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്തും മുസ്ലിങ്ങൾ നിരന്തരമായ പീഡനങ്ങളുടെ നടുവിലാണ്. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 947 കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാരാൽ നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ടു. ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇന്ത്യയിൽ ഏറ്റവും അധികം വിധേയമായ സമുദായം മുസ്ലിം സമുദായമാണ്.
ഇന്ന് ചരിത്രം പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും അതൊന്നും അറിഞ്ഞുകൂടെങ്കിലും ചരിത്രത്തിന്റെ എല്ലാ രേഖകളിൽ നിന്നും മുസ്ലിങ്ങൾ അനുഭവിച്ച ഈ രാജ്യത്തിന് വേണ്ടി പിറന്നു വീണ നാട് സ്വതന്ത്രയായി കാണാനുള്ള മോഹം കൊണ്ട്, അടങ്ങാത്ത ആഗ്രഹം കൊണ്ട് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമുദായം അനുഭവിച്ച കഷ്ടപ്പാടിന്റെ, കണ്ണീരിന്റെ, വേദനയുടെ, പ്രയാസത്തിന്റെ, പീഡനങ്ങളുടെ, യാതനകളുടെ കഥകൾ ഇന്ന് പാടെ തുടച്ചു മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഉത്തരേന്ത്യയിലെ മുസ്ലിം ഉലമാക്കന്മാരെ അന്ന് ബ്രിട്ടീഷുകാരന്റെ പാദസേവകരായ പട്ടാളക്കാർ അവരുടെ ഇസ്ലാമിക കേന്ദ്രങ്ങളിൽ നിന്ന്, അറബി കോളേജുകളിൽ നിന്നും, മദ്രസകളിൽ നിന്നും, പള്ളികളിൽ നിന്നും അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവരെ കൊണ്ടുചെന്ന് വൃക്ഷങ്ങളുടെ കൊമ്പുകളിൽ കെട്ടിത്തൂക്കിയിടുമായിരുന്നു. കാല് മുകളിലും തല താഴെയുമായി കെട്ടിത്തൂക്കിയിടുമായിരുന്നു. അങ്ങനെ തല താഴെയായി കെട്ടിത്തൂക്കിയിടുന്നവരുടെ നെഞ്ചുവരെയുള്ള ദാടിരോമങ്ങൾ തിരിച്ചു കെട്ടിത്തൂക്കിയിടുമ്പോൾ ആ ദാടിരോമങ്ങൾ കാറ്റിലിങ്ങനെ പറക്കുന്നത് കണ്ട് ബ്രിട്ടീഷുകാരന്റെ വെള്ളപ്പട്ടാളക്കാർ കൈകൊട്ടി പൊട്ടിച്ചിരിക്കുമായിരുന്നു എന്നതാണ് ചരിത്രം. അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന മുസ്ലിം ഉലമാക്കന്മാരെ, പണ്ഡിതന്മാരെ വൃക്ഷങ്ങളുടെ ശിഖരങ്ങളിൽ ഇംഗ്ലീഷിലെ അക്ഷരമാലകളുടെ രൂപത്തിലായിരുന്നു കെട്ടിയിടുന്നത്. ഇസഡ് എന്ന അക്ഷരത്തിന്റെ രൂപത്തിൽ 3 പേരെ കെട്ടിയിടും. വൈ എന്ന അക്ഷരത്തിന്റെ രൂപത്തിൽ 2 പേരെ കെട്ടിയിടും. ഇങ്ങനെ ഇംഗ്ലീഷിലെ ഓരോ അക്ഷരങ്ങളുടെ രൂപത്തിലും, അക്ഷരമാലകളുടെ രൂപത്തിൽ, അക്ഷരങ്ങളുടെ രൂപത്തിൽ വൃക്ഷശിഖരങ്ങളിൽ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന മുസ്ലിം ഉലമാക്കന്മാരെ കെട്ടി ബന്ധിച്ചിട്ടിട്ട് താഴെ നിന്നുകൊണ്ട് കൈകാലുകൾ അനങ്ങാൻ പോലും കഴിയാതെ വൃക്ഷശിഖരങ്ങളിൽ കെട്ടിയിട്ടിരിക്കുന്നവരെ വെടിവെക്കുമായിരുന്നു. വെടിവെക്കുമ്പോൾ വെടിയേറ്റൊന്ന് ഉറക്കെ പിടയാൻ പോലും, ഒന്ന് പൊട്ടിക്കരയാൻ പോലും, എന്തിനേറെ തങ്ങളുടെ രക്തവും തങ്ങളുടെ മരണവും ഈ മണ്ണിൽ വെച്ചാകാൻ പോലും സമ്മതിക്കാതെ ഈ മണ്ണിനോടവർ കൂറ് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ഈ ഭൂമിയോട് ബന്ധമില്ലാതെ വൃക്ഷശിഖരങ്ങളിൽ കെട്ടിയിട്ടിട്ടവരെ വെടിവെച്ചു കൊല്ലുമായിരുന്നു. ഈ നിരന്തരമായ പീഡനങ്ങൾ വെള്ളക്കാരന്റെ കയ്യിൽ നിന്ന് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം നേതാക്കന്മാരും പണ്ഡിതന്മാരും അനുഭവിച്ചു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടതിന്റെ പേരിൽ, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ, വെള്ളപ്പട്ടികൾക്ക് മുന്നിൽ ആദർശമടിയറ വെക്കാതിരുന്നതിന്റെ പേരിൽ നിരന്തരമായി അങ്ങനെ പീഡനങ്ങൾ അനുഭവിക്കുവാൻ വിധിക്കപ്പെട്ട ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ 1947 കാലഘട്ടങ്ങൾക്ക് ശേഷം, അതായത് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയപ്പെടുന്ന കാലഘട്ടങ്ങൾക്ക് ശേഷം, മനഃപൂർവ്വം തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞത് മനഃപൂർവ്വമാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന്. ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന, ഇന്ത്യ രാജ്യത്തിന്റെ അടിസ്ഥാനവർഗമായി ഈ രാജ്യത്തെ അടിസ്ഥാനവർഗമായ 85% വരുന്ന ജനവിഭാഗത്തിന് ഇന്നും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സ്വാതന്ത്ര്യം കിട്ടിയത് മണിമേടകളിൽ വിരാജിക്കുവാൻ അവസരം കിട്ടിയിട്ടുള്ള തമ്പുരാക്കന്മാർക്ക് മാത്രമാണ്. അധികാരത്തിന്റെ ചെങ്കോല് കരങ്ങളിലേന്താൻ അവസരം കിട്ടിയ തമ്പുരാക്കന്മാർക്കും കുടുംബക്കാർക്കും മാത്രമാണ് ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്തിന്റെ ആയിരക്കണക്കിന് ഉൾഗ്രാമങ്ങളിൽ കുടിക്കുവാൻ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് മാരകമായ രോഗം പിടിപെട്ട് കണ്ണുകുഴിഞ്ഞ് എല്ലുണ്ടി മാരക രോഗം പിടിപെട്ട, പോഷകാഹാരക്കുറവുകൊണ്ട് മാരകമായ രോഗങ്ങൾ പിടിപെട്ട് ശ്വാസം വലിച്ചുവിടാൻ പോലും ബുദ്ധിമുട്ടുന്ന പിഞ്ചുകുഞ്ഞുങ്ങളെയും തോളിലേറ്റിക്കൊണ്ട് കിലോമീറ്ററുകളോളം മൺകുടങ്ങളുമായി യാത്ര ചെയ്ത് പൈപ്പുകൾക്ക് മുന്നിൽ മൺകുടങ്ങൾ വെച്ച് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി മണിക്കൂറുകളോളം കാത്തുകെട്ടിക്കിടക്കുന്ന ഇന്ത്യ രാജ്യത്തെ കോടിക്കണക്കിന് ഗ്രാമീണന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഇന്ത്യ രാജ്യത്ത് ഇന്നും കയറിക്കിടക്കാൻ 6 അടി മണ്ണിന്റെ പോലും അവകാശമില്ലാതെ റെയിൽവേ പുറംപോക്കുകളിൽ അന്തിയുറങ്ങുന്ന ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ടവര് ഈ രാജ്യത്ത് ഇന്നുവരെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഈ രാജ്യത്ത് തങ്ങൾ വിശ്വസിക്കുന്ന ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കാൻ വ്യക്തമായ അവസരം കിട്ടിയിട്ടില്ലാത്ത തങ്ങളുടെ ആരാധനാലയങ്ങൾ അധികാരി വർഗത്തെ കൊണ്ടുപോലും സംരക്ഷിക്കുവാൻ കഴിയാത്തത് കണ്ടിട്ട് ആർത്തട്ടഹസിച്ചു വരുന്ന ഫാസിസ്റ്റ് ദുശക്തികളുടെ മുന്നിൽ എന്ത് ചെയ്യണ്ടു എന്നറിയാതെ പകച്ചു നിൽക്കാൻ വിധിക്കപ്പെട്ട നാടിന്റെ നാനാഭാഗത്തും ആസാമിലും ഭിവണ്ടിയിലും ഗുജറാത്തിലും ജംഷഡ്പൂരിലും ഗുവാഹത്തിയിലും വാരാണസിയിലും അയോധ്യയിലും അലിഗറിലും അഹമ്മദാബാദിലും ഭഗൽപൂരിലും ജബൽപൂരിലും ബിജോറിലുമെല്ലാം തെരുവോരങ്ങളിൽ പേപ്പട്ടികളെ പോലെ തല്ലുകൊണ്ടും അടികൊണ്ടും വെടികൊണ്ടും വീഴാൻ വിധിക്കപ്പെട്ട സ്വന്തം പെങ്ങന്മാരുടെയും മാതാക്കന്മാരുടെയും ചാരിത്രം സംരക്ഷിക്കാൻ പോലും അവസരം നിഷേധിക്കപ്പെട്ട, സ്വന്തം പിഞ്ചുകുഞ്ഞുങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ട, സ്വന്തം വിശ്വാസ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ
അവകാശം നിഷേധിക്കപ്പെട്ട, റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാനുള്ള ഭവനങ്ങളുടെ സംരക്ഷണം പോലും ഏറ്റെടുത്തുകൊണ്ട് നടത്താൻ അവസരം നിഷേധിക്കപ്പെട്ട ഇന്ത്യ രാജ്യത്തെ കോടിക്കണക്കിന് മുസ്ലിങ്ങൾക്ക് ഇന്നും ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയപ്പെടുന്ന 1947 കാലഘട്ടങ്ങളെന്ന് പറഞ്ഞത്. ഇന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സ്വതന്ത്രരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഈ രാജ്യത്തെ പാവപ്പെട്ട സഹോദരന്മാരുണ്ടല്ലോ, ഈ രാജ്യത്തിന്റെ അടിസ്ഥാന വർഗങ്ങൾ, അവരും സ്വതന്ത്രരായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് വിശ്വസിക്കണേ വിശ്വസിക്കാം, അതിലെനിക്ക് വിരോധമില്ല. ഞാനിതൊക്കെ പറഞ്ഞത് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം അനുഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ലോകത്തെ മുസ്ലിങ്ങൾ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഈ പീഡനങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും മൊത്തം അനുഭവിക്കേണ്ടി വരുന്നത്? എന്താ കാര്യം? നമ്മൾ കഴിഞ്ഞ വിശുദ്ധ റമദാൻ മാസത്തിന്റെ അനുഗ്രഹീതമായ 17 രാവിലെ എല്ലാ പള്ളികളിലും 17 രാവ് കൊണ്ടാടിക്കാണുമല്ലോ, ബദർ ദിനം. എല്ലാ പള്ളികളിലും ബദർ ദിനം കൊണ്ടാടിക്കാണും. ബദർ ദിനത്തിൽ ഓരോ പള്ളികളിലും വിശാലമായ നിലയിൽ ഓരോരുത്തരുടെയും സാമ്പത്തിക ശേഷി അനുസരിച്ച് പത്തിരി ഇറച്ചി ഉണ്ടാക്കിയ സ്ഥലം ഉണ്ടാവും, ബിരിയാണി ഉണ്ടാക്കിയ സ്ഥലം ഉണ്ടാവും, അതുപോലെ തന്നെ അവല് കൊടുത്ത സ്ഥലം ഉണ്ടാവും, പഴം കൊടുത്ത സ്ഥലം ഉണ്ടാവും. 17 രാവ് ഗംഭീരമായി കൊണ്ടാടിയിട്ടുണ്ട്. ആ 17 രാവിലോ അതിന് മുമ്പോ അതിനു ശേഷമോ ആ 17 രാവിനെ ലോകത്തിന്റെ മുന്നിൽ എക്കാലവും സ്മരിക്കുന്നതാക്കി മാറ്റിയ ചരിത്രത്തിലെ ജാജ്വല്യമാനമായ ബദരീങ്ങളുടെ ചരിത്രം നാം എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ മക്കളെ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരനോട് ഞാൻ ചോദിക്കുകയാ, പ്രതികരണശേഷി നഷ്ടപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരനുണ്ടല്ലോ, ഇന്നും എന്തെല്ലാം പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുമ്പോഴും മദ്യഷാപ്പുകളിൽ അന്തി ഉറങ്ങുന്ന മുസ്ലിം ചെറുപ്പക്കാരനുണ്ടല്ലോ, പകലുകളെല്ലാം വഴിയോരത്തിരുന്ന് ചീട്ട് കളിച്ചും പഞ്ചീസ് കളിച്ചും സമയം കളയുന്ന മുസ്ലിം ചെറുപ്പക്കാരനുണ്ടല്ലോ, തനിക്ക് അല്ലാഹു തന്നിട്ടുള്ള ആയുസ്സും തനിക്ക് തന്നിട്ടുള്ള ആരോഗ്യവും തനിക്ക് തന്നിട്ടുള്ള പണവുമെല്ലാം ഇങ്ങനെ നശിപ്പിച്ച് ലക്ഷ്യം കിട്ടാതെ ഗതി കിട്ടാ പ്രേതം പോലെ ചുറ്റിയലയുന്ന മുസ്ലിം ചെറുപ്പക്കാരനുണ്ടല്ലോ. ഞാൻ ചോദിക്കുകയാ, കഴിഞ്ഞ വിശുദ്ധ റമദാനിൽ അതോ അതിനു മുമ്പോ അതിന് ശേഷമോ എപ്പോഴെങ്കിലും ഒരിക്കൽ ബദരീങ്ങൾ എങ്ങനെയാണ് ഈ ലോകത്ത് ഇത്രയധികം സ്മരിക്കപ്പെടുന്നവരായി തീർന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ കേട്ട് കാണും, ബദരീങ്ങൾ ബദർ യുദ്ധത്തിൽ സൃഷ്ടിച്ച ഉജ്ജ്വലമായ വിജയം, നേടിയെടുത്ത ഉജ്ജ്വലമായ വിജയം. 16 ദിവസം തുടർച്ചയായിട്ട് നോമ്പ് പിടിച്ച് ക്ഷീണിച്ചവർ 16 ദിവസം തുടർച്ചയായി നോമ്പ് പിടിച്ചു എന്ന് പറയുമ്പോൾ ആ വർഷത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് വിശുദ്ധ റമദാനിൽ നോമ്പ് നിർബന്ധമാക്കിയത്. വിശുദ്ധ റമദാനിൽ അല്ലാഹു തആല നോമ്പ് നിർബന്ധമാക്കിയ ഹിജ്റയുടെ 2ാം വർഷമായ ആ വർഷത്തിലാണ്, ആ കൊല്ലമാണ് സഹാബാക്കൾ ആദ്യമായിട്ട് നോമ്പ് നോക്കുന്നതിന് മുമ്പ് ഒരിക്കലും ഒരു നോമ്പ് നോറ്റിട്ടില്ല. അതും തുടർച്ചയായി 16 ദിവസം. എന്താ അവരുടെ ഭക്ഷണം? നമ്മുടെ അവസ്ഥ എന്താ? ശഅബാൻ 29 തൂക്കി നോക്കിയാൽ 45 കിലോ കാണും. നോമ്പ് 30 നോറ്റ് കഴിഞ്ഞിട്ട് റമദാൻ 29 അന്ന് വെറുതെ ഒന്ന് തൂക്കി നോക്കിയാൽ 65 കിലോ കാണും. റമദാൻ ആവുമ്പോ ഏറ്റവും കുറഞ്ഞത് 20 കിലോ കൂടും. കാരണം എന്താ? റമദാൻ എന്ന് പറഞ്ഞാൽ ഈ ലോഡിങ്ങും അൺലോഡിങ്ങും ഏറ്റവും ശക്തമായിട്ട് നടക്കുന്ന സമയമാണ്. രാത്രിയായി അങ്ങോട്ട് മഗ്രിബിന്റെ ബാങ്ക് കേട്ടാ പിന്നെ സുബഹിക്ക് വേണ്ടി മൈക്കിൽ മുട്ടുമ്പോഴും പോയി ഒരു ഗ്ലാസ് കൂടെ കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എടുത്ത് കുടിക്കും. അങ്ങനെയാണ് നമ്മൾ പലരും കരുതിയിരിക്കുന്നത് റമദാൻ മാസം എന്ന് പറഞ്ഞാൽ രാത്രിയിൽ എത്രത്തോളം ഭക്ഷണം കഴിക്കാം എന്നുള്ളതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയുള്ള മാസമാണെന്നാ പലരും കരുതിയിരിക്കുന്നത്. പോട്ടെ, മറ്റൊരു വിഷയം. അപ്പോൾ വടക്കോട്ടൊക്കെ പോകുമ്പോഴാണ് റമദാന്റെ ആ അനുഭവിക്കുന്ന റമദാനെ ഇങ്ങനെ നോമ്പ് മുറി, നോമ്പങ്ങോട്ട് ബാങ്ക് കേൾക്കുമ്പോൾ തന്നെ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളെല്ലാം മേശപ്പുറത്ത് നിറഞ്ഞുകൊണ്ട് നോമ്പ് മുറി. അപ്പൊ തന്നെ നമ്മുടെയൊക്കെ വയറ് നിറയും. പിന്നെ ഒരു 1/4 മണിക്കൂർ കഴിയുമ്പോൾ വന്ന് വിളിക്കും ബാ കഴിക്കാൻ. അതെന്താണ്? നോമ്പ് തുറ. അപ്പൊ നേരത്തെ എന്തായിരുന്നു? അത് മുറി. പിന്നെ വീണ്ടും കുറച്ച് കഴിയുമ്പോ അത്താഴം, മുത്താഴം, ഇങ്ങനെ ഇടയ്ക്കും ഒരു സുബഹി വരെ തീറ്റയുടെ മത്സരമാണ്. റപ്പായി കൊണ്ട് തീറ്റ തന്നെ തീറ്റ. അപ്പൊ അങ്ങനെ ആയിരുന്നില്ല. അതൊക്കെ റമദാന്റെ ചൈതന്യം തീറ്റ കൊണ്ടുണ്ടാവുകയില്ല. നമുക്ക് റമദാൻ അല്ലാത്തതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമദാൻ മാസത്തിൽ അവർ 16 ദിവസം തുടർച്ചയായി നോമ്പ് നോറ്റത് ഒരു കീറ് കാരയ്ക്ക, വേറൊന്നും കഴിക്കാനില്ല. എന്നിട്ട് പിന്നെ അത്താഴം വരെ ഒന്നുമില്ല. അത്താഴത്തിന്, ഇടയത്താഴത്തിന് ഒരു ഗ്ലാസ് വെള്ളം, കിട്ടിയാൽ ഒരു ഗ്ലാസ് പാല്, ഇതല്ലാതെ വേറൊന്നുമില്ല. ഈ അവസ്ഥയിലാണ് അവർ നോമ്പ് നോക്കുന്നത്. അങ്ങനെ 16 ദിവസം തുടർച്ചയായിട്ട് നോമ്പ് നോറ്റ് പട്ടിണി കിടന്ന് 16 ദിവസം കൊണ്ട് ക്ഷീണിച്ചവശരായി ഒരു കീറ് കാരയ്ക്ക കൊണ്ട് നോമ്പ് മുറിച്ച് വീണ്ടും രാത്രി മൊത്തം ഒന്നും കഴിക്കാനില്ലാതെ കഷ്ടപ്പെട്ട്
അത്താഴത്തിൽ ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് വീണ്ടും നോമ്പ് നോറ്റ് ക്ഷീണിച്ച് അവശരായി തളർന്ന അവരുടെ മുന്നിലതാ നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയില്, ആശ്രയമില്ലാതെ നിവർന്നു നിൽക്കൽ പോലും ബുദ്ധിമുട്ടായ അവസ്ഥയിൽ വിശുദ്ധ റമളാന്റെ 16-ാമത്തെ ദിവസം അങ്ങോട്ട് കഴിയാനായപ്പോൾ അവരതാ രണാങ്കണത്തിലേക്ക് ഇറങ്ങാൻ നിർബന്ധിതരാവുകയാണ്. സത്യത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി, പ്രവാചകന് വേണ്ടി പോരാടാൻ അവർ തീരുമാനിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധി വന്നു മഹാനായ പ്രവാചകൻ ആ വിധി ഓതി കേൾപ്പിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന സഹാബാക്കളുടെ മുന്നില് അവരോട് പറഞ്ഞു, നമ്മൾ പറന്നു വീണ നാട്ടിൽ ആദർശ പ്രബോധനത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടുത്തെ കുഫാറുകൾ നമ്മളെ ആട്ടിപ്പായിച്ചു. പറന്നു വീണ നാട്ടിൽ ജീവിക്കാൻ നമ്മെ അനുവദിച്ചില്ല. അവസാനം അവിടെ നിന്ന് നമുക്ക് ഓടിപ്പോരേണ്ടി വന്നു. നമ്മൾ അവിടെ നിന്ന് ഓടിപ്പോന്ന് ഇവിടെ വന്ന് താമസിക്കാൻ തീരുമാനിച്ചിട്ടും ഇവിടെയും സ്വസ്ഥമായി ആദർശ പ്രബോധനം നടത്താൻ നമ്മെ അനുവദിക്കുന്നില്ല. ഇത് നമുക്ക് അനുവദിച്ചു കൊടുത്തുകൂടാ, നമുക്ക് പോരാടുക തന്നെ. നാം അങ്ങിലി പരിമിതമല്ലേ റസൂലേ, നമുക്ക് ആയുധമില്ലല്ലോ റസൂലേ, നമുക്ക് ഭക്ഷണമില്ലല്ലോ റസൂലേ, നമ്മളെ ബുദ്ധിമുട്ടി പോകില്ലേ റസൂലേ. ഇതൊന്നും ചോദിച്ചുകൊണ്ട് സ്വഹാബാക്കള് മഹാനായ പ്രവാചകന്റെ തീരുമാനത്തിന്റെ റബ്ബിന്റെ വിധിക്ക് മുന്നില് എതിരഭിപ്രായം പറയാൻ തയ്യാറായില്ല. അവരതാ രണാങ്കണത്തിലേക്ക് ഇറങ്ങാൻ പോകുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ അവരോട് വാക്ക് കൊടുക്കുന്നു, ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ, ഈ പോരാട്ടത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ എക്കാലവും ഇസ്സത്തോടെ നമുക്കും നമ്മുടെ സമൂഹത്തിനും ജീവിക്കാൻ കഴിയും. അതല്ല, ഈ പോരാട്ടത്തിലെങ്ങാനും നിങ്ങൾ രക്തസാക്ഷികളായാൽ അടിവാരത്തുകൂടി അരുവിയൊഴുകുന്ന ആരാപത്തിൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് കടക്കുവാൻ കഴിയും. രണ്ടായാലും ലാഭം തന്നെ കേട്ടോ. അതുകൊണ്ട് പുറകോട്ട് പോകണ്ട, മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ പ്രവാചകന്റെ നേതൃത്വത്തിൽ അവർ രണാങ്കണത്തിലേക്ക് പോകാൻ തയ്യാറാവുകയാ. പക്ഷേ അവരുടെ കയ്യിൽ വാളുകളില്ല, അവരുടെ കയ്യിൽ പരിചകളില്ല, അവർക്ക് കൊഴുത്തു പഠിച്ച ഒട്ടകങ്ങളില്ല, കുതിരകളില്ല. ഏതാനും തുരുമ്പിച്ച വാളുകളും ഏതാനും മെലിഞ്ഞ ഒട്ടകങ്ങളും 16 ദിവസം പട്ടിണി നിന്ന് തളർന്ന ശരീരവുമായിട്ട് അവർ യുദ്ധം നയിക്കാൻ പോകാനൊരുങ്ങുമ്പോൾ മറുഭാഗത്തെ അവസ്ഥ എന്താ? ആയിരക്കണക്കിന് ശത്രുക്കൾ പടയെടുത്തുകൊണ്ട് വരികയാ. അവരുടെ കയ്യിൽ കൊഴുത്തു പഠിച്ച ഒട്ടകങ്ങളുണ്ട്, കുതിരകളുണ്ട്. എത്ര കൊല്ലം വേണമെങ്കിലും യുദ്ധം നടത്തുന്നതിന് ആവശ്യമായ ആയുധങ്ങളുണ്ട്. എത്ര കൊല്ലം വേണമെങ്കിലും യുദ്ധത്തിനായി തങ്ങിയാൽ കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളുണ്ട്. എല്ലാമായിട്ട് അവരതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹുങ്കാരം മുഴക്കി പടയെടുത്തു വരികയാ. പ്രോത്സാഹിപ്പിക്കാൻ ഭാര്യമാര് മക്കളെ യുദ്ധത്തിന്റെ അങ്കണത്തിലേക്ക് ഇറങ്ങുമ്പോൾ നൃത്തം ചവിട്ടി പ്രോത്സാഹിപ്പിക്കാൻ ഭാര്യമാരുണ്ട്, പാട്ടുപാടിക്കൊടുക്കാൻ മക്കളുണ്ട്. എല്ലാവരുമായി തഥാ കുടുംബസഹിതം വരികയാ മദീനയിലേക്ക്. രണാങ്കണത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പ. ആയിരക്കണക്കിന് ശത്രുക്കൾ ഇങ്ങനെ നിരന്നു കഴിഞ്ഞപ്പോ മദീനയിലെ ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ ഈ ശത്രുക്കളെല്ലാം അവരുടെ ആയുധങ്ങളും വാഹനങ്ങളുമായി തയ്യാറായപ്പോ അപ്പുറത്തു നിന്ന് 313 വേച്ച് വരുന്ന പേക്കോലങ്ങളെ കണ്ടുകൊണ്ട് കുഫാറുകളുടെ നേതാക്കൾ പരിഹാസത്തോടെ ചോദിച്ചു, ഇവറ്റകളോട് മല്ലടിക്കാനാണോ ഞങ്ങൾ ഇത്രയും ആളുകൾ അവിടെ നിന്ന് പടയെടുത്ത് ബുദ്ധിമുട്ടി ഇവിടം വരെ വന്നത്? ഇവറ്റകളോട് പോരടിക്കാൻ ഞങ്ങളിൽ നിന്ന് വളരെ തുച്ഛമാളുകൾ മതിയായിരുന്നല്ലോ, എന്തിനാണ് ഞങ്ങളെ ഒക്കെ കൂടി വിളിച്ചുകൊണ്ടുവന്നതെന്ന് നേതാക്കന്മാരോട് ചോദിക്കുന്ന അനുയായികള്, സാരമില്ല നമുക്ക് പെട്ടെന്ന് കഥ തീർത്തിട്ട് കടന്നു പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും സമാധാനിപ്പിച്ച് നിൽക്കുമ്പോൾ ആ 313 പേരിതാ വരികയാണ്. കടലിൽ കായം കലക്കിയതുപോലെ ഈ വലിയ ജനസഞ്ചയത്തിന്റെ ആയുധക്കൂട്ടങ്ങളുമായി നിൽക്കുന്നവരുടെ മുന്നിലേക്ക് ഈ 313 ദുർബലരെന്ന് കാഴ്ചയിൽ തോന്നുന്നവര് നോമ്പ് നോറ്റ് ക്ഷീണിച്ച് വേച്ച് കടന്നു വരുമ്പോൾ ഇപ്പൊ തന്നെ കഥ കഴിയുമെന്ന് കരുതിക്കൊണ്ട് വാളിന്റെ വായ്ത്തലയുടെ മൂർച്ച പരിശോധിച്ചുകൊണ്ട് രണാങ്കണത്തിൽ നിന്ന് പുഞ്ചിരിയുമായി പരിഹാസച്ചിരിയുമായി യുദ്ധത്തമ്മിൽ നേരിടാൻ തയ്യാറായ ശത്രുക്കളുടെ മുന്നില് ആ 313 പേർ അടുത്തെത്തുന്നു. വാളുകൾ ഉയരുന്നു, കുതിരകൾ ചലിക്കുന്നു, അന്തരീക്ഷത്തിലൂടെ പൊടിപടലങ്ങൾ പാറുന്നു. അതാ 313 പേരുടെ വായിൽ നിന്ന് പുറത്തേക്കൊരു മുദ്രാവാക്യം വരുന്നു, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ.
വാളുകൾ ഞങ്ങൾക്ക് വേണ്ടടോ, ഒട്ടകങ്ങൾ ഞങ്ങൾക്ക് വേണ്ടടോ, പരിചകൾ ഞങ്ങൾക്ക് വേണ്ടടോ, കുതിരകൾ ഞങ്ങൾക്ക് വേണ്ടടോ. ഹസ്ബുനല്ലാഹ്, ആകാശഭൂമികളുടെ സംവിധായകനായ അല്ലാഹു ഞങ്ങൾക്ക് മതിയടോ, അല്ലാഹു ഞങ്ങൾക്ക് മതിയടോ, അല്ലാഹു ഞങ്ങൾക്ക് മതിയടോ. ആ റബ്ബിനെ മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ ഈ പോരാട്ടം. ഞങ്ങൾ വാളുകളിൽ ബലമർപ്പിക്കുന്നില്ല, ഞങ്ങൾ പരിചകളിൽ വിശ്വാസമർപ്പിക്കുന്നില്ല, ഞങ്ങൾ ഒട്ടകങ്ങളിൽ പ്രതീക്ഷയർപ്പിക്കുന്നില്ല. ഞങ്ങളുടെ പ്രതീക്ഷ മൊത്തം പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന ആകാശഭൂമികളുടെ സംവിധായകരിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ മൊത്തവും. ആ റബ്ബിൽ ഞങ്ങളുടെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഞങ്ങളിതാ മുന്നേറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ 313 പേര് ഏതാനും മിനിറ്റുകൾ രണാങ്കണത്തിൽ പോരടിച്ചപ്പോൾ ചരിത്രത്തിലെ അത്ഭുതം സംഭവിക്കുകയാ. ആയിരക്കണക്കിന് ശത്രുക്കൾ നിർനിമേഷരായി, നിശ്ചലരായി, അസ്തപ്രജ്ഞരായി നോക്കി നിൽക്കയാ. എന്താ സംഭവിക്കുന്നതെന്നറിയാതെ കണ്ണു തള്ളി നോക്കി നിൽക്കുമ്പോൾ അതാ ഹുങ്കാരം വിളക്കി പടയെടുത്തു വന്ന കുഫാറുകൾ അത്ഭുതസ്തബ്ധരായി നോക്കി നിൽക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് അതാ ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ് അതൊരു വികാരമായി പടരുകയാണ്. ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ് ആ മുദ്രാവാക്യവുമായി അവർ രണാങ്കണത്തിൽ ഏറ്റുമുട്ടുകയാണ്. ശത്രുക്കളിൽ നിന്ന് ധാരാളം പേരുടെ ശിരസ്സത്ത് നിലത്ത് വീഴുകയാണ്. ശത്രുക്കളുടെ ചോര കൊണ്ട് അന്തരീക്ഷം ചുമക്കുകയാണ്. മദീനയുടെ മണൽത്തരികൾ ചഞ്ചാരമണിയുകയാണ്. ബാക്കിയുള്ളവർ തിരിച്ചോടുകയാണ്. ഒട്ടകങ്ങളെ ഉപേക്ഷിച്ചു കൊണ്ടോടുന്നു, കുതിരകളെ ഉപേക്ഷിച്ചു കൊണ്ടോടുന്നു, വാളുകൾ ഉപേക്ഷിച്ചു കൊണ്ടോടുന്നു, ആഹാര സാധനങ്ങൾ ഉപേക്ഷിച്ചു കൊണ്ടോടുന്നു. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ശത്രുക്കൾ തിരിച്ചു പരക്കം പായുകയാ. 313 പേര് ആയുധങ്ങളോട് പടവെട്ടി, ആയുധങ്ങളില്ലാതെ പടവെട്ടി, ആരോഗ്യമില്ലാതെ പടവെട്ടി, പരിചകളും വാളുകളുമില്ലാതെ, ഒട്ടകങ്ങളില്ലാതെ, കുതിരകളില്ലാതെ പടവെട്ടി ആ 313 പേര് ഉജ്ജ്വലമായ വിജയം വരിക്കുകയാ.